ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ്. നമ്മളത്തെ റെസിപ്പി മന്തിയാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളെ ഇത്തത്താണ്. എൻ്റെ കൈകളല്ല ഇതിനകത്ത് കാണുന്നത്, നമ്മളെ ഇത്തത്താടെ കൈകളാണ്. ഓക്കെ ഗൈസ്, നമുക്ക് കാണാം. ഓക്കെ ബൈ. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം ഫ്രണ്ട്സ്. ഇനി അടുത്തതായി നമ്മൾ ചിക്കൻ ക്യൂബ് ഇങ്ങനെ ചതച്ചിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം. നന്നായിട്ടൊന്ന് ചതക്കണം. അപ്പം അടുത്തതായി നമ്മൾ സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ക്യാപ്സിക്കവും ഒരു സവാളയുമാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു 10 ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റും ഒരു നേരം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തതായി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇടേണ്ടത്. ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി സ്പൈസസ് ഇട്ടെടുക്കാം. ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട. ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി മന്തി മസാല ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സിനകത്തേക്ക് നമുക്ക് ഇത്തിരി കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇത് കുരുമുളക് നേരത്തെ ഇട്ടിരുന്നത് കുരുമുളക് പൊടിയാണ്, ഇപ്പോൾ ഇട്ടത് കുരുമുളക്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത് ഇടുന്നത് ഗരം മസാലയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ മിക്സാണ്. നന്നായിട്ട് യോജിക്കുന്ന തരത്തിൽ മിക്സ് ചെയ്യണം. ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുക്കണം. ചിക്കൻ ഞാൻ ഉപ്പിട്ടിട്ടില്ല. അതെടുക്കണം എന്തായാലും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് അവർ ഇതാക്കി തന്നോളും. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലയും കൂടി ഇതിനകത്ത് കിട്ടുന്നത്. ഫ്രണ്ട്സ്, ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് മിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതുപോലെ. ഫ്രണ്ട്സ്, നമ്മൾ മാഗി ക്യൂബിൽ എന്തായാലും ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് മതി ഉപ്പിടൽ. ഓക്കെ, നന്നായിട്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതൊന്നൊരു 10 മിനിറ്റോളം നമ്മൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ നല്ല ഉള്ളി പിടിച്ചോളും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കാണാൻ പറ്റും, നല്ല പുക വരുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ 20 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. ഗായ്സ്, നമ്മളത് മന്തിയിലേക്കുള്ള ചമ്മന്തിയാണിത്. പച്ചമുളക്, ഇതിനകത്തേക്ക് സവാള, ഉപ്പ്, മുളക്, വെളുത്തുള്ളി, തക്കാളി ഇതിങ്ങനെ ചേർത്തുക. അത് വിനാഗിരിയാണ്. ഫ്രണ്ട്സ്, ഇതിനടുത്ത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് നമ്മൾ ഹൈയിലും ലോയിലും ഇട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 10-15 മിനിറ്റോളം നമ്മളിങ്ങനെ വെക്കണം. 15-20 മിനിറ്റ് ഇട്ടാൽ. ഓക്കെ ഫ്രണ്ട്സ്, അത് നമ്മളെ ചമ്മന്തി എല്ലാം ബ്ലെൻഡായി എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ മന്തി കൂട്ടി നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഗൈസ്. ഓക്കെ, മയോണൈസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ചിക്കൻ ഇടയ്ക്കിട്ട് തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കും ഫ്രണ്ട്സ്. ഓക്കെ, ഇതുപോലെ. ഫ്രണ്ട്സ്, നമ്മുടെ ബസ്മതി റൈസാണ് വേവിച്ചത്. അതിനകത്ത് വേവിക്കുമ്പോൾ ഏലക്കായ, അതുപോലെ തന്നെ കുരുമുളക്, പിന്നെ ഉണക്ക നാരങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിച്ചതാണ്, വെന്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഓർത്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് മന്തിക്ക് കിട്ടുന്ന കളർ നമുക്ക് ഇത്തിരി കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്തിരി റെഡ് കളറ് ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം പറയാം, പകുതി ചോറ് നമ്മൾ ആദ്യം ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്നിട്ട് വീണ്ടും കുറച്ച് ചോറിടണം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റിച്ച മസാല, നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല മസാല, അതിനകത്ത് കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബാക്കി വരുന്ന ചോറും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഓക്കെ, നേരത്തെ ചെയ്ത പ്രോസസ്സ് നമുക്കൊന്നുകൂടി ചെയ്യാം. കളർ ഒഴിക്കുന്നു, നമ്മൾ നേരത്തെ മാറ്റിച്ച മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇത്രേ ഉള്ളൂ. കനൽ വെക്കണം ഫ്രണ്ട്സ്. എന്നിട്ട് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മൂടാം.
ഫ്രണ്ട്സ് നമ്മൾ ഇതിനകത്തേക്ക് ചിരട്ടക്കനൽ തന്നെ വെക്കണം, എന്നാൽ അതിൻ്റെ ഒരു മണം ലഭിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് സർവ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ ബൈ.